സാധാരണയായി മറ്റ് ക്രിമിനൽ നടപടികളെ പോലെ തന്നെ വ്യാജമായി പരാതി ആരോപിക്കപ്പെട്ട ചില വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു സംശയമാണ്, എന്തൊക്കെയാണ് ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ആ കുറ്റാന്വേഷണത്തിൻ്റെ രീതികൾ എന്തൊക്കെയാണ്, ഏതൊക്കെ തരത്തിലാണ്, ഏതൊക്കെ അധികാരികളും ചെയ്യുന്ന ഒരു സംശയം ചോദിക്കാറുണ്ട്. അതിൽ 2 തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷനാണ് നടത്തുന്നത്. അത് ആദ്യം എന്ന് പറയുന്നത് പരാതി ബോധിപ്പിച്ചാൽ പ്രിൻസിപ്പൽ മുമ്പാകെ അല്ല ആൻറ്റി റാങ്കിങ് കമ്മിറ്റി മുമ്പാകെ പരാതി ബോധിപ്പിച്ചാൽ അല്ലെങ്കിൽ കോളേജ് അധികാരികളുടെ മുമ്പാകെ പരാതി ബോധിപ്പിച്ചാൽ ആൻറ്റി റാങ്കിങ് കമ്മിറ്റി ചേർന്നിട്ട് ആ പരാതി പരിശോധിക്കും. ആ പരാതി പരിശോധിക്കുമ്പോൾ ആ വ്യാജമായി ആരോപിക്കപ്പെട്ട വിദ്യാർത്ഥിക്ക് തൻ്റെ ഭാഗം ന്യായീകരിക്കാനുള്ള, തന്നെ അനുകൂലിക്കുന്ന സാക്ഷികളെയും സാക്ഷിമൊഴികളെയും തെളിവുകളും ഹാജരാക്കി തൻ്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള ഒരു അവകാശം വിദ്യാർത്ഥിക്കുണ്ട്. അത് ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമാണ്. ആ ഇൻവെസ്റ്റിഗേഷനിൽ ആ വിദ്യാർത്ഥി കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തോന്നിയാൽ മാത്രമേ അഡ്മിനിസ്ട്രേറ്റീവ് പണിഷ്മെൻറ്റ്സ്, അതായത് സസ്പെൻഷൻ, എക്സ്പെൻഷൻ, റെസ്റ്റിക്കേഷൻ, വിത്ഡ്രോവൽ, ഡീബാറിംഗ് എന്ന തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പണിഷ്മെൻറ്റ് അത് കോളേജിൽ നിന്ന് കൊടുക്കുന്ന പണിഷ്മെൻറ്റിലേക്ക് പോകാറുള്ളൂ. അങ്ങനെ ആയാൽ ഇനി അഥവാ കുറ്റം തെളിയിക്കപ്പെട്ടാൽ മാത്രമേ അങ്ങനെ ചെയ്യൂ. ഇനി കുറ്റം വ്യാജമാണെന്ന്, ആ ആരോപണം വ്യാജമാണെന്ന് തെളിയുകയാണെങ്കിൽ ആ പരാതിക്കാരനെയോ പരാതിക്കാരെയോ താങ്കൾ ഉന്നയിച്ച പരാതി വ്യാജമാണെന്ന് വെച്ചാൽ ആ പ്രൊസീജിയർ അവിടെ തീർന്നു. ഇനി അഥവാ ഇത് പ്രിൻസിപ്പൽ മുഖാന്തരമോ, പ്രിൻസിപ്പളിന് ഒരു കുറ്റകൃത്യത്തെ സംബന്ധിച്ച വിവരം പ്രിൻസിപ്പലിന്റെ മുമ്പാകെ വന്നാൽ അതിൽ ക്രിമിനൽ എലിമെന്റ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോർവേഡ് ചെയ്യണം വിത്തിൻ 24 hours. അങ്ങനെ ഫോർവേഡ് ചെയ്യുമ്പോഴോ അല്ലാതെ ആ വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ട മറ്റാളുകളോ ഒരു FIR രജിസ്റ്റർ ചെയ്ത് നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പരാതി പറഞ്ഞ് FIR രജിസ്റ്റർ ചെയ്യുകയാണെങ്കിലോ അത് രണ്ടും ഒരേ രീതിയിലാണ് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ പോകുന്നത്. പോലീസ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നടപടിയിൽ FIR രജിസ്റ്റർ ചെയ്യണം. FIR രജിസ്റ്റർ ചെയ്ത ശേഷം ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുന്നു. ഓരോ സാക്ഷികളെയും കണ്ട് മൊഴികൾ രേഖപ്പെടുത്തുന്നു, സാക്ഷി മൊഴികൾ രേഖപ്പെടുത്തുന്നു. അതിനുശേഷം തെളിവുകളുണ്ടെങ്കിൽ ആ തെളിവുകൾ ശേഖരിക്കുന്നു. അതിനുശേഷം ചാർജ് ഷീറ്റ് കോടതി മുമ്പാകെ ഫയൽ ചെയ്യുകയും കോടതി ഈ കുറ്റാരോപിതന് സമൻസ് അയച്ചു വരുത്തി കോടതി മുമ്പാകെ വിചാരണ ചെയ്ത് ആ കുറ്റം ചെയ്തിട്ടുണ്ടോ തെളിയിക്കപ്പെട്ടുണ്ടോ നോക്കുകയും കുറ്റം തെളിയുകയാണെങ്കിൽ അത് തക്കതായ പണിഷ്മെന്റ്സ് അവാർഡ് ചെയ്യുകയും ചെയ്യും. ഇല്ലെങ്കിൽ നിരപരാധിയായി കണ്ട് വിടുകയും ചെയ്യും, വെറുതെ വിടുകയും. ഇതാണ് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ്റെ രീതിയും മെത്തേഡും അതാണ്.